അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെറൈറ്റി ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാലഞ്ചിന് പേരൊന്നുമില്ല, അപ്പോൾ ഞങ്ങളൊരു പേരിട്ടു നോ ഐസ് ചാലഞ്ച്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. എങ്ങനെ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ കണ്ണടച്ച് കെട്ടി വെച്ചിട്ടുണ്ട്, അവളിങ്ങനെ തപ്പി എടുക്കുകയാണ്. പിന്നെ മറ്റേ ആൾ കണ്ണെഴുതാൻ വേണ്ടിയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ കളിയും ചിരിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഐലൈനർ കൊണ്ട് ഈ കണ്ണ് പൊത്തിയിരിക്കുന്ന ആൾ മറ്റേ ആളുടെ കണ്ണിൽ എഴുതണം. ഏറ്റവും നന്നായിട്ട് വൃത്തിക്ക് എഴുതുന്ന ആൾക്ക് നമ്മൾ സ്കോറും കൊടുക്കും, അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് അടുത്ത വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആരാണ് ജയിക്കുന്നത് നോക്കാം. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവനെ എഴുതിക്കൊണ്ടിരിക്കുക ഗൈസ്. നമുക്ക് ഫൈനൽ എന്താണെന്ന് നോക്കാം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അമ്മ ചിരിക്കരുത് കേട്ടോ, അവൾ ചിരിക്കും. അങ്ങനെ അമ്മ ഭയങ്കര ചിരി. അപ്പോൾ മറ്റേ ചിരി എന്നിട്ട് വയ്യ, അവൾ എഴുതി കൂട്ടിയിരിക്കണം ഗൈസ്. ഒരു കണ്ണ് തന്നെ നല്ല കിടിലായിട്ട് എഴുതി, മറ്റേ കണ്ണ് അതിലും കൂടി അവൾ കുത്തി വരിക്കുകയാണ്. അമ്മ ചുവന്നേരം ഇത് കാണി. അപ്പൊ കഴിഞ്ഞു ഗൈസ്. അമ്മാനെ എഴുതിയിരിക്കുന്ന ലുക്ക് എങ്ങനെയാന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. നമുക്ക് അമ്മാനയുടെ കണ്ണ് പൊത്തിയത് അയച്ചു നോക്കാം. അപ്പൊ അമ്മാനെ അയക്കട്ടെ കേട്ടോ. അമ്മാനോട് എക്സ്പ്രഷൻ നോക്ക് ഗൈസ്. അമ്മനെ എന്താ വിട്ട് കുന്ന വലിക്കണം. അമ്മയോട് കളിച്ച് ബാക്കി വരയ്ക്കാൻ കൊടുക്കണം. അമ്മയുടെയാണ് കേട്ടോ സെക്കൻഡ് കണ്ണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കാണാമോ നോക്കട്ടെ. അമ്മ അത് എത്രയാണ്? ഇത് എനിക്ക് ടെൻഷൻ. രണ്ട്. ഇത് എത്രയാ? ഇത് ഓക്കെ ഓക്കെ. അവൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്കിതാ തുടങ്ങാം. അമ്മ എഴുതുകയാണ്. ഞാൻ എല്ലാവരും എഴുത്തിന് ഭയങ്കര ഇൻട്രസ്റ്റീവ്നെസ് ആണെങ്കിൽ നല്ല വൃത്തിക്ക് എഴുതണമെന്ന് ഞാൻ കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫൈനൽ എന്താവും എനിക്കറിയില്ല. ഇത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ അവളുമാരി ഇത് നമുക്ക് നോക്കാം. എനിക്ക് ഇനി നമുക്ക് കൊടുക്കാം. അപ്പം നമുക്ക് അമ്മയ്ക്ക് ഐലൈനർ കുറഞ്ഞു. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഐലൈനർ ഇഞ്ചിൽ മുക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസത്തിൽ എഴുതി ഗൈസ്. എനിക്ക് ഇഷ്ടമായി. അമ്മാനേക്കാൾ എത്രയോ ഭേദമാണ് എനിക്ക് തോന്നി. അങ്ങനെ ഫുള്ള് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത കണ്ണും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവയിൽ എഴുതിയിട്ട് എന്താവും സ്ഥിതി എന്ന് നോക്കാം. അമ്മ എഴുതി അമ്മാനയ്ക്ക് കൊടുത്തു. അപ്പോൾ അമ്മാനയുടെ കണ്ണ് കുഴപ്പമില്ലായിരുന്നു. നോക്കട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻസും എല്ലാം നിങ്ങൾ വരിക. നിങ്ങൾ ഇനി ഇമോജിറ്റിംഗ് ചാലഞ്ച് എല്ലാത്തിനും നിങ്ങളൊരു കമൻസ് ഒക്കെ ഇടണം. അപ്പോൾ നമുക്ക് കുറേ വീഡിയോസ് ചെയ്യാം കേട്ടോ. ബൈ ബൈ.